നിങ്ങൾ നമ്മുടെ കൊക്കോ കാപ്പി, കൊക്കോ പഴം, അതായത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആര് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ കണ്ടിട്ടുള്ളവരുണ്ടാകും, കൊക്കോ തോട്ടമൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കും ചെറുതായിട്ട് കൊക്കോ തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കൊക്കോകൾ ധാരാളത്തിൽ നമ്മുടെ വീട്ടിലുണ്ട്. ഇഷ്ടം പോലെ കൊക്കോ കായ്കളും എല്ലാം നിറച്ച് പഴുത്തു നിൽപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഞാൻ അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് എല്ലാം ഞാൻ ഉണക്കാനാണ്, പക്ഷെ അതൊക്കെ ഞാൻ മൈൻഡാക്കാതെ ആയിട്ട് പൂത്ത് പോവും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചീത്തയായി പോകും. അപ്പോൾ ഈ പ്രാവശ്യം തുടങ്ങി വെക്കുക, അവസാനിപ്പിക്കില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഓർക്കുന്നുണ്ട്, എല്ലാ കൊക്കോയും കൂടി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കണം ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് എന്തായാലും നമുക്ക് ചോക്ലേറ്റ് പൗഡർ ഉണ്ടാക്കിയിട്ട് നമുക്ക് തിന്നൊക്കെ നോക്കാം കേട്ടോ. കുരങ്ങിനെ കണ്ടോ അവിടെ? എവിടെ? ഇതല്ലേ ക്യാമറ അടിച്ചോ? അതല്ല, അവിടെ കുരങ്ങുണ്ട് മമ്മേ. അവിടെ ഒരു കുരങ്ങനെ കണ്ടോ അവിടെ? ആണോ? നമ്മുടെ വീട്ടിൽ വരുന്നതാണോ? ആണോ? ഒരു കുരങ്ങ് ഒറ്റയായിട്ട് എപ്പോഴും നമ്മളെ വീട്ടിൽ വരും, ഞങ്ങളപ്പോൾ പഴമൊക്കെ എടുത്ത് കൊടുക്കും. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒറ്റയാനാന്നാ തോന്നുന്നത്. അപ്പോൾ ഗായ്സ് നമ്മൾ കൊക്കോന്റെ ഫ്ലേവർ അല്ലേ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊക്കോ മരത്തിലാണ്. അപ്പോൾ ഈ മരത്തിൽ ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗായ്സ്. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും. ഞാൻ കണ്ടില്ല. അല്ല, ഒരു വീഡിയോയിൽ രണ്ട് കുരങ്ങ് ശരിയല്ലല്ലോ. ഹലോ പ്ലേസ്, വാക്കുകൾ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ആ കവുങ്ങിന്ന് ഇറങ്ങുന്നവരെ കണ്ടായിരുന്നു. ആണോ? പിന്നെ കണ്ടില്ല, സാധനം കാണിച്ചു. ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊക്കോ മരത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ കൊക്കോ മരത്തിൽ കയറി അഭ്യാസം കളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടില്ലേ, നമ്മുടെ കൊക്കോ മരമാണ്. അത് ഒടിയോ കുഞ്ഞത്തി? പക്ഷേ ഈ മരം ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഉണ്ടാകുന്ന കൊക്കോ ഒക്കെ വേഗം വേഗം വന്ന് പൂത്തു പോകുന്നുണ്ട്, ചീത്തയായി പോകുന്നുണ്ട്. അതായത് ഇതിന്റെ ആരോഗ്യം ക്ഷയിച്ചു. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് അല്ലേ അമ്മേ? വർഷങ്ങളോളം ഇവിടെ നിൽക്കുന്ന കൊക്കോമരാണ്. ഇപ്പൊ കണ്ടില്ലേ, പാവം കൊക്കോ, ഇതിനകത്തൊക്കെ എത്രയോ പേര് നമ്മൾ അഭ്യാസം കളിച്ചിരിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, കൊക്കോക്കായ്കൾ ധാരാളം ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? നമ്മൾ വന്നത് ആക്ച്വലി എന്തിനാണ്? ഫ്ലേവർ കാണിക്കാനല്ലേ. നമ്മൾ അതിന്റെ കാര്യം മറന്നുപോയില്ലേ. അപ്പൊ കൊക്കോന്റെ ഫ്ലേവർ ഉണ്ടാവുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടോ? കൊക്കോന്റെ ഓരോ ഇതുണ്ടോ, ഓരോ ഞെടുപ്പ്, ഇതിന് ഓരോ ഞെടുപ്പുകളുണ്ട്. ആ ഞെടുപ്പുകളിൽ കൂടിയാണ് കണ്ടോ, ഈ ഞെടുപ്പുകളുണ്ട്, ഞെടുപ്പുകളിൽ കൂടിയാണ് കൊക്കോന്റെ. ക്യാമറമാന്റെ കഴിവാണത് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങോട്ട് വാറ്റിയത് ഇവിടെ ഈ മരത്തണ്ട് കാണിച്ചു കൊടുക്കും. ഇങ്ങോട്ട് വാ. ഇതുണ്ടോ, അത് നല്ല മുട്ടുകളാണ് കേട്ടോ. ഇതുണ്ടോ, കുറേ മുട്ടുകളല്ലേ നോക്കിയ ഗൈസ്. ഇതുണ്ടോ, മുട്ടുകളാണ് ഗൈസ്. ഇത് കണ്ടില്ലേ? ഇത് നോക്കണ്ട, എൻ്റെ കൈ മുറിഞ്ഞതാണ്. ഇതുണ്ടോ, നോക്ക്, ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് കാണാം. ഇതാണ് എൻ്റെ ഫ്ലേവർ, ഇതാണ് ഗൈസ്. വാവ്, എന്തൊരു രസമാണെന്ന് കാണുന്നുണ്ടോ എൻ്റെ ഗായ്സേ.